ഡോക്ടർ ജയരാജ്, പീഡനത്തിൻ്റെ കാര്യത്തിലും കേരളം നമ്പർ 1 ആവുകയാണല്ലോ. ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയരുത് ദയവ് ചെയ്തിട്ട്. കാരണം നേരത്തെ ഇവിടെ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിപ്പോൾ ഈ കുട്ടി ഒരവസരം കിട്ടിയപ്പോൾ തുറന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ പറയാതെ പിന്നെ ഒളിച്ചു വെക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഒളിച്ചു വെച്ച പല കേസുകളും ഉണ്ടാവും നമ്മുടെ മുമ്പിൽ. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കേസുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഇതൊരു സാഹചര്യം സംജാതമായപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത പുലർത്തേണ്ടതല്ലേ ഡോക്ടർ ജയരാജ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതുപോലെ ഇത് കേസ് ഇന്ത്യയിൽ ആദ്യത്തെയാണ്. ഈ 61 പേര് പീഡിപ്പിച്ചാൽ 62 പേര് പീഡിപ്പിച്ചത് ആദ്യത്താണെന്നല്ലേ ജോർജ് ജോസഫ് സാർ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ പേരങ്ങ് മാറും. ഇപ്പോൾ കേരളം വിട്ട് തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ കർണാടകയിലോട്ടോ ആന്ധ്രയിലോട്ടോ പോയി കഴിഞ്ഞാൽ ഇവർ ബാലവേശ്യകളായി മാറും. അപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഓരോ കുട്ടികളെയും പീഡിപ്പിക്കുന്നത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ധാരാളം ഇത്തരം സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിൽ അതില്ല. എന്തോ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചിട്ടില്ല. ഇത്തരം പേര് പീഡിപ്പിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ ഇതിനെ കാറ്റഗറൈസ് ചെയ്തേനെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട എല്ലാ ബാലവേശ്യയിൽ പെടുന്ന കുട്ടികളും വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന കുട്ടികളെല്ലാം ഇത്തരത്തിലുള്ള ഒരു പീഡനമായിരിക്കും അവരുടെ തുടക്കവും. അപ്പോൾ അങ്ങനെ പറയുന്ന ആ പ്രയോഗം തന്നെ തെറ്റാണ്. അത് ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഭാഷ ഉപയോഗിച്ചുകൂടാ. പക്ഷേ കുട്ടികളെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റ് തന്നെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം, അത് സോനാഗച്ചി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇവിടുത്തെ റെഡ് സ്ട്രീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഒരുപാട് ഇത്തരത്തിലുള്ള അറിയപ്പെടുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഗോവ ആയിക്കോട്ടെ, ഗോവയിലെ മസാജ് പാർലറായിക്കോട്ടെ, തമിഴ്നാട്ടിലെ മസാജ് പാർലറുകളായിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, ഇവിടെ എല്ലാം ഇത് വളരെ മുമ്പൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇന്ത്യയിൽ ഇതൊന്നും നടക്കില്ലെന്നാണ്. പക്ഷേ എക്സ്റ്റെൻസീവായിട്ട് ട്രാവൽ ചെയ്യാനുള്ള സംഭവം ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വരുന്ന അവരെയാണല്ലോ അറസ്റ്റ് ചെയ്തത്. അതെ, ഇവിടെ ഒരു മസാജ് പാർലറിൻ്റെ അവർ നടപടി എടുക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവിടെ കുട്ടികളില്ലായിരുന്നു എന്നുള്ളത് വേറൊരു ഭാഗ്യം. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊല്ലം ജില്ലയിലെ ഒരു കാര്യമാണ്. കൊല്ലം റൂറലിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൗൺസിലർമാർ, സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട്. അവർ മാറി മാറി കൊല്ലത്തും ചടയമംഗലത്തും ഈ പോലീസിൻ്റെ ഹെൽപ്പ് അല്ലാതെ, ഇപ്പോൾ ഈ CWയുടെ കേസ് സൈക്കോളജിസ്റ്റാണ് വന്നിട്ടാണല്ലോ ഇത് കുട്ടി തുറന്നു പറയുന്നത്. അതുപോലെ സൈക്കോളജിസ്റ്റുകൾ അവർക്ക് വളരെ കുറച്ച് റെമ്യൂണറേഷനാണ് കൊടുക്കുന്നത്. എന്നാൽ പോലും കൃത്യമായിട്ടുള്ള വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതിൽ പല കുട്ടികളെയും ഞാൻ പഠിപ്പിച്ചതാണ്. ഈ കൗൺസിലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന പല കുട്ടികളെയും ഞാൻ തന്നെ പഠിപ്പിച്ചതാണ്. അവരെന്നെ മിക്കവാറും തിരിച്ചിങ്ങോട്ട് വിളിച്ച് പറയാറുണ്ട്, ഇന്നൊരു കേസുണ്ട് സാറേ, എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് എന്നെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമാന്തര സംവിധാനം കൂടെ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇത്തരം ക്രൈമുകൾ റെഫർ ചെയ്യാൻ അവരോട് തുറന്നു പറയും. പോലീസിൻ്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഭയന്നിട്ട് കുട്ടികൾ പറയില്ല. ഈ പറഞ്ഞ നേരത്തെ സോയ സാർ മാഡം പറഞ്ഞതുപോലെ ഈ പോലീസിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇപ്പോഴും ആളുകൾക്ക് ആ ഭയപ്പാട്, മാതൃക പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ ഡ്രസ്സിനോടുള്ളൊരു ഭയം, അല്ലെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞാൽ എന്തായി തീരും, അല്ലെങ്കിൽ സ്ത്രീകളുടെ സമീപനം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഹൈലി പ്രജുഡിസ്ഡ് ആണ്. ചില സ്റ്റേഷനിലൊക്കെ സത്യമാണ് താനും. ഇല്ല, പൂർണ്ണമായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം എല്ലാം കറക്റ്റാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ നല്ല പോലീസ് സ്റ്റേഷനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല. നല്ല പോലീസ് സ്റ്റേഷനുകളുണ്ട്, നല്ല പോലീസുകാരുണ്ട്, എന്നാൽ വളരെ മോശം പോലീസുകാരും ഉണ്ട്. അപ്പോൾ ഇത്തരം മോശം പോലീസുകാർ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ പേര് വെളി വരികയും അവർക്കെതിരെ അതിനനുസരിച്ചുള്ള നടപടി എടുക്കുകയും ചെയ്യും. നല്ല പോലീസുകാരനെ എന്നും സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുകയും ഒരു പോലീസിംഗ് ഫോഴ്സിൻ്റെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഒരുപാട് നല്ല പോലീസുകാരുണ്ട്. ഒരുപാട് ഈവൻ SI ഒന്നും ആവണ്ട, വളരെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റബിൾസ് ആയിട്ടുള്ള ആളുകൾ, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ ക്രൈം സോൾവ് ചെയ്യുന്നതിൻ്റെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരാണ് മിക്കവാറും കേസസൊക്കെ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കുട്ടികൾ PGയും പോസ്റ്റ് ഗ്രാജുവേഷനും അതിന് പുറത്ത് MPhil ഒക്കെ ഉള്ള കുട്ടികൾ കോൺസ്റ്റബിൾസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് പോലീസിനെ സഹായിക്കുന്നുണ്ട്. അവർ രാവും പകലും ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവരാരും ലൈം ലൈറ്റ് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരുടെ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എല്ലാം ഫുൾ പ്രൂഫ് ഒന്നുമല്ല. നമ്മളുടെ ഒരു സംവിധാനത്തിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഈ എൻറ്റയർ സിസ്റ്റത്തിനെ നമുക്ക് പൊളിച്ച് മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ, ഈ മർദ്ദനോപാധി എന്നുള്ള രീതി മാറ്റി വേറൊരു സിസ്റ്റം
പുനഃസ്ഥാപിക്കുക. എന്നാലും സ്ലോലിയാണ് ഇത്തരം മാറ്റങ്ങൾ വരുന്നത്. ആ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ CWCയിൽ പോയി ഈ പെൺകുട്ടിക്ക് തുറന്നു പറയാനായിട്ട് ഒരവസരം ഉണ്ടായത്. CWC സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ഉണ്ടായതുകൊണ്ടാണ്. അതുപോലെ ഇത്തരം പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന ഇത്തരം ഹെൽപ്പുകളൊക്കെ, ആ ഹെൽപ്പുകളിൽ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരികയും ഇവർക്കുണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ KG ക്ലാസ്സിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4ാം ക്ലാസ്സിൽ നിന്നൊന്നും അല്ല. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പീഡകന്മാർ പലപ്പോഴും സമീപിക്കുന്നത് കുട്ടികളുടെ നമ്മൾ വിജയമാഷ് പറയുന്ന കണക്കല്ലേ, ഒരു കുട്ടിയുടെ കയ്യിലൊരു മുട്ടായി ഉണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ അതിനെ പിടിച്ചു വാങ്ങാം. ഒന്ന്, അതിനെ തട്ടിപ്പറിക്കാം, അത് ബലം പ്രയോഗിച്ച് തട്ടിയെടുക്കാം, അതല്ലെങ്കിൽ കുട്ടിയെ ഇക്കിളാക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പീഡകന്മാരുടെ ഒരു ശ്രമം. കുട്ടികളെ ഇക്കിളാക്കി, ആ ഇക്കിളാക്കിയിൽ ആ കുട്ടി ചിരിക്കുന്നതിലൂടെ, ആ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നതിലൂടെ, ഇങ്ങനെയൊക്കെയാണ് ഇത് തുടങ്ങുന്നത്. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ, ഈ 13 വയസ്സൊന്നും ആവണ്ട, അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൽ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരുപാട് പേര്, അത് പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നുമില്ല, ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡനത്തിന് അനുഭവിക്കുന്നത്. ആൺകുട്ടികൾ തുറന്നു പറയുന്നത് അവരുടെ ഒരു മാക്കോ ഇമേജിന് ഇതൊരു നാണക്കേടാവും. നീ ഒരു ആൺകുട്ടിയല്ലേ, നിനക്കൊരു കല്ലെടുത്ത് എറിഞ്ഞുവിടായിരുന്നോ, നിനക്കൊരു കമ്പെടുത്ത് എറിഞ്ഞു ഓടി രക്ഷപ്പെട്ടുവിടായിരുന്നോ, അവൻ്റെ മൂക്കിനിട്ടൊരു ഇടി കൊടുത്തുവിടായിരുന്നോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ പിന്നെ അത്തരം ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പ്രകടമായ രീതിയിൽ ഇറക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവരും ഈ കുറ്റത്തിൻ്റെ ഭാഗമാണെന്ന് അവർ സ്വയം കരുതുകയും ചെയ്യും. ഇങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആൺകുട്ടികളുടെ മനസ്സും അവരുടെ ജീവിതവും ഇതുപോലെ താറുമാറാക്കി കളയും. ഒന്നുകിൽ അവർ ആൽക്കഹോളിസം, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ ഈ ഫാമിലി ഇഷ്യൂസ്, മാരിറ്റൽ സ്കിസം, മാരിറ്റൽ സ്ക്യൂ, അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കണ്ടീഷൻസിൽ തിരിച്ചു പോകുന്ന മിക്കവാറും ഉള്ള കുട്ടികളുടെ കേസ് നമ്മൾ തപ്പി അവർ സൈക്കോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേ അണ്ടർവെന്റ് എ ലോട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ സെക്ഷൽ അബ്യൂസ് ഡ്യൂറിങ് ദെയർ ചൈൽഡ്ഹുഡ് എന്ന് മനസ്സിലാക്കുന്നത്. അത് പലപ്പോഴും അമ്മാവൻ, അപ്പൂപ്പൻ, അയൽ വീട്ടുകാരൻ, അങ്ങനെയുള്ള ഏറ്റവും അടുത്ത ആളുകളാണ് ഇവരെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇരുന്നൂടെ. ഇതുപോലെ ഒരുപാട് കുട്ടികളെ, ഒരുപാട് മുമ്പ് തൊഴിലിടങ്ങളിൽ മാത്രമായിരുന്നു ബാലവേല ചെയ്യുന്ന കുട്ടികളെ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പോക്സോ കേസുകളിൽ വലിയ ശിക്ഷ തന്നെ കോടതി കൊടുക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. പോക്സോ കേസിലല്ലേ 100 വർഷം 115 വർഷം എന്നൊക്കെയാണ് ശിക്ഷ കാണുന്നത്, ശിക്ഷ വരുന്നതും അങ്ങനെയാണ്. എന്നിട്ട് പരോളിൽ ഇറങ്ങിയിട്ടാണ് ഒരുത്തൻ ഇവിടെ നിന്ന് ഒരു നാടോടി ബാലിക അടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചത്. നമ്പ്യാർ സാറിന് ഓർമ്മയുണ്ടാവും. അതെ. ആ, അതിൽ പരോളിൽ ഇറങ്ങിയ ഒരുത്തനാണ് ഇവിടെ വന്ന് പാലത്തിൻ്റെ അടിയിൽ നിന്ന് കുട്ടി അടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചത്. ആ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് മറ്റേ ഇതിന്റെ അല്ല, അതൊക്കെ പിന്നെ മാനസിക രോഗികളാണ് ഡോക്ടർ ജയരാജ്. താങ്കൾക്ക് അതേക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവരെയൊക്കെ മാനസിക രോഗികൾ എന്ന കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത്. പീഡോഫീലിയ ഈസ് എ മെന്റൽ ഡിസോർഡർ. അതെ, അങ്ങനെയുള്ളവർ രോഗം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു സാഹചര്യം കിട്ടുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടുന്നവരാണ്. ഇപ്പോൾ മെന്റൽ ഡിസോർഡേഴ്സിനകത്ത് ഇതൊരു മാനസിക രോഗം തന്നെയാണ്. പക്ഷേ മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് മാനസിക രോഗമാണ് എന്നാൽ ഞങ്ങളെ എക്സ്ക്യൂസ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് അവർക്ക് എടുക്കാൻ പറ്റുകയില്ല. ഇത് സാധാരണ മാനസിക രോഗിയാണ്, മാനസിക രോഗിക്ക് എന്ത് ചെയ്താലും ഇവരെ വെറുതെ വിടണം. പക്ഷെ അങ്ങനെയല്ല. പീഡോഫീലിയ ഒരു മാനസിക വൈകല്യമാണ്, മാനസിക രോഗം തന്നെയാണ്. പക്ഷെ അതും പറഞ്ഞ് മറ്റ് സൈക്കാട്രിക് ഡിസോർഡർ ഉള്ളവനെ പോലെ എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അവന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഓക്കെ, അതാണ് അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം. ഡോക്ടർ സോയ, ഇപ്പോൾ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ച് നേരത്തെ ഇവിടെ പരാമർശമുണ്ടായി. ഇപ്പോൾ നോക്കൂ, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ അത് ക്ലാസ് മുറികളിലൂടെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം ഒരു വിരൽത്തുമ്പിൽ ഉണ്ട്, അല്ലേ? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഇത് ഒരു കുട്ടിയുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നു. അതിപ്പം നേരത്തെ ആൺസുഹൃത്ത്, ആ ആൺസുഹൃത്ത് പിന്നെ ദൃശ്യങ്ങൾ എടുത്തു വെക്കുന്നു, അത് സുഹൃത്തുക്കളെ കാണിക്കുന്നു, അവർ കൂട്ടമായി റേപ്പ് ചെയ്യുന്നു. അത് അങ്ങനെയുള്ള ഒരു അവസരം ലഭിക്കുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടുന്ന കുറേ പേർ. മാത്രമല്ല, ഒരുപക്ഷെ ഇതിന് പിന്നിൽ കച്ചവടവും നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ പണം വാങ്ങി ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയാൻ എന്ത് ചെയ്യണം
ഇപ്പോൾ 13-ാമത്തെ വയസ്സിൽ ചൂഷണം ചെയ്യപ്പെട്ടു, ആൺ സുഹൃത്തിനാൽ ചൂഷണം ചെയ്യപ്പെട്ടു. അന്ന് ആ കുട്ടി അത് കൃത്യമായിട്ട് അത് രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നല്ലേ. ആ രീതിയിൽ ഒരു തുറന്ന പറച്ചിലിന് പെൺകുട്ടികളെ പ്രാപ്തമാക്കാൻ ആര് മുൻകൈ എടുക്കും? നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞ പോലെ കൊല്ലം റൂറൽ പോലീസിൽ അങ്ങനെയുള്ള കൗൺസിലേഴ്സ് ഉണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, ഇത്തരം കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലകളിൽ സർക്കാർ തന്നെ ഇങ്ങനെയുള്ള സൈക്കോളജിസ്റ്റുകളെ വെക്കുക, അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ വെക്കുക. പിന്നെ സ്കൂളുകൾ വിസിറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുക, അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ. പക്ഷേ അതൊന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അല്ല, തീർച്ചയായും ഈ പറഞ്ഞു വെച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എന്നുള്ളത് മാത്രമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനോട് നോ പറയാനുള്ള ഒരു 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 കരുത്തുകൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സോഷ്യലൈസേഷൻ ഇതിന്റെ വലിയൊരു പ്രശ്നമാണ്. ഒരു സമൂഹം എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തെ കാണുന്നത് എന്നുള്ളത് എപ്പോഴും ഭയപ്പാടോടുകൂടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.